ക്ലാസ്സിന് വെച്ചാൽ നമ്മൾ എൻട്രൻസിന് അത് അത്രയും തന്നെ ആവശ്യമുണ്ട്. ആവശ്യമുള്ളതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പിന്നെ മെറ്റീരിയൽ, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ലെവൽ എത്താൻ പറ്റിയത്. എൻട്രൻസ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് MCQ സോൾവ് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് പോകുന്നത്. അതുകൊണ്ട് ആ പ്രാക്ടീസ് മൊത്തം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പേടിക്കല്ലേ, ഒരു റിസൾട്ട് കാണുമ്പോൾ ചിലപ്പം മാർക്ക് കുറയും, മാർക്ക് കൂടാം, അങ്ങനെയൊക്കെ മാറാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ആ മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവണം എപ്പോഴും. കേരളത്തിൽ ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളെ അപേക്ഷിച്ചാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തീർച്ചയായിട്ടും ബ്രില്യൻറ്റ് തന്നെയായിരിക്കും. ബ്രില്യൻറ്റ് ജോയിൻ ചെയ്താൽ എൻ്റെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഗൈഡൻസ് കിട്ടും. അതില്ലാതെ നമുക്ക് എൻട്രൻസ് ക്രാക്കാൻ ഭയങ്കര പാടാണ്. ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് അറിയാം ആരെങ്കിലും. കാരണം നമുക്ക് പഠിക്കാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ അത് ഏത് ഫോക്കസ് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അത് ശരിക്കും ഇതിനകത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ബ്രില്യൻറ്റ് തിരഞ്ഞെടുക്കാൻ കാരണവും. രണ്ടായിരത്തി 2025 നീറ്റിൻ്റെ റിസൾട്ട് വന്നു. ബ്രില്യൻറ്റിലെ വളരെയധികം കുട്ടികൾ നല്ല റാങ്ക് വാങ്ങി. അതിൽ കൊല്ലം സെൻട്രലിൽ നിന്ന് ഏറ്റവും നല്ല റാങ്ക് വാങ്ങിയ അച്യുതൻ സനലിൻ്റെ കൂടെയാണ് ഇന്ന് ഞങ്ങളുള്ളത്. അപ്പം അച്യുതൻ സനലും മാതാവും അതുപോലെ ഗ്രാൻഡ് പേരൻസും ഉണ്ട്. അച്യുതൻ സനലിൻ്റെ ഫാദർ ഡൽഹിയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. മദർ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു, അതും ഡോക്ടറാണ്. അപ്പം അച്യുതൻ സനലിനും ഡോക്ടറാകണം എന്നാണ് ആഗ്രഹം. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം അച്യുതൻ സനൽ എന്ന് പറയും കാര്യം എന്താ? അച്ഛൻ്റെ പേര് സനൽ MG. അതുകൊണ്ടാണ് അച്യുതൻ സനൽ. അമ്മയുടെ പേരോ? അഞ്ജു മാധവൻ. അപ്പം മാധവനാണ് അവിടെ ഇരിക്കുന്നല്ലേ? ഓക്കെ, കൊള്ളാം. അനിയത്തി ഉണ്ടല്ലേ? അനിയത്തി എത്രയിലാണ് പഠിക്കുന്നത്? 6th. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കിങ്സ് സ്കൂളിൽ. ഓക്കെ. അപ്പം അച്യുതൻ സനലിൻ്റെ ഫാമിലിയെ കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഇപ്പം ഞങ്ങൾ തന്നത്. ഇനിയുള്ള കാര്യം നമുക്ക് അച്യുതൻ സനലിനോട് ചോദിക്കാം. അപ്പോൾ എത്ര കാലമായി ഇപ്പം എൻട്രൻസിന് പഠിക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷമായി. അതിനു മുമ്പ് ഫൗണ്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു? അപ്പോൾ അനിയത്തിക്ക് ഫൗണ്ടേഷൻ ഉണ്ടോ? ഇല്ല. അനിയത്തി ഫൗണ്ടേഷൻ വിടണ്ടേ? ഞാൻ പഠിക്കുന്ന നീറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അത്രയും പഠിക്കുന്നതല്ലേ? അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു നീറ്റ് ആസ്പിരന്റിന്റെ കഴിവെന്ന് പറയുന്നത്. കഴിവും ഉണ്ടാവണം, അതുപോലെ തന്നെ ഹാർഡ് വർക്കും വേണം. അത് കുട്ടികളെല്ലാവരും പറയുന്ന കാര്യമാണ്. വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും അവസാനം അവർ തീരുമാനിക്കുന്ന സമയത്ത് അവരും ഇതുപോലെ ചെയ്യും. അതാണല്ലോ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. വർക്ക് ചെയ്യാനും വർക്ക് ചെയ്യാതിരിക്കാനും കഴിവുള്ളവരാണ് മനുഷ്യർ. അപ്പോൾ അച്യുതൻ സനലിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ചോദിച്ചു സ്റ്റഡി റൂം ഏതാണെന്ന്. എല്ലായിടത്തും കൂടി ആ സ്റ്റഡി റൂം എന്നാണ് പറഞ്ഞത്. ഓക്കെ, കൊള്ളാം. അപ്പോൾ ഈ 2 വർഷം ഞങ്ങളുടെ എൻട്രൻസ് എഴുതിയിട്ടാണല്ലോ അഡ്മിഷൻ കിട്ടിയത്. എൻട്രൻസ് എത്ര റാങ്ക് ഉണ്ടായിരുന്നു? ബ്രില്യൻറ്റിന്റെ എൻട്രൻസ് അത്ര ഹൈ റാങ്ക് ഇല്ലായിരുന്നു. ഹൈ റാങ്ക് കുറവായുള്ള ഒരാളായിരുന്നു അല്ലേ? അതെന്താ കുറവായ കാര്യം? അത് താല്പര്യക്കുറവായിരുന്നു? ഞാൻ പ്രിപ്പയർ ചെയ്യാതെ എഴുതിയതാണ്. ഓക്കെ, ഓക്കെ. അതിന്റെ ഒരു വ്യത്യാസം വരും. അവിടെ കുറച്ചുകൂടെ ലൈറ്റ് ആണെന്ന് തോന്നുന്നു സിലബസ് അല്ലേ? ഡിഫറെന്റ് ആണ്. വേറെ സാധനങ്ങൾ പഠിക്കും. അപ്പോൾ അതെല്ലാം കൂടെ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ എന്താ തോന്നിയത് ഈ ക്ലാസ്സിനെ കുറിച്ച്? എൻ്റെ ക്ലാസ്സിന് വെച്ചാൽ നമ്മൾ എൻട്രൻസിന് അത് അത്രയും തന്നെ ആവശ്യമുണ്ട്. ആവശ്യമുള്ളതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം നീറ്റ് ഭയങ്കര ടഫായിരുന്നു. അതുകൊണ്ട് NCERT ബേസ്ഡ് ആയിട്ട് കൂടെ എക്സ്ട്രാ ആവശ്യമുള്ള എല്ലാം പറഞ്ഞു തരും. അത് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പിന്നെ മെറ്റീരിയൽ, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ലെവൽ എത്താൻ പറ്റിയത്. ഓക്കെ, അത് മാത്രമാണോ? അതെയോ? അത് മാത്രമല്ല, അതൊരു മെയിൻ ഫാക്ടർ ആയിരുന്നു. ബിക്കോസ് പിന്നെ അഫ്കോഴ്സ് നമ്മളുടെ ഒരു കഴിവും കൂടെ ഉണ്ട്. പിന്നെ സപ്പോർട്ട് പേരൻസിന്റെയും ഫാമിലിന്റെയും എല്ലാം. പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഹാർഡ് വർക്ക് തന്നെയാന്ന് തോന്നുന്നു. ഹാർഡ് വർക്ക് വേണം. സ്മാർട്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഹാർഡ് വർക്കിന്റെ കാര്യം കേട്ടു ഞാൻ. എനിക്കറിയാവുന്ന ആളെ. അപ്പോൾ ഈ കൊല്ലത്ത് എല്ലാ ദിവസവും വന്നിരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. എന്താ ദുഃഖ വെള്ളിയാഴ്ചയും കൂടെ വന്നയാളാണ്. അപ്പോൾ അത്രയും വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കഴിവുണ്ട്. ദൈവം സഹായിച്ചപ്പം നല്ല റാങ്ക് കിട്ടി, സന്തോഷമുണ്ട്.
അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ പഠനത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ പരീക്ഷയ്ക്ക്? നമ്മളുടെ വീക്കിലി എക്സാമിനേഷനും അതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതുന്നതുകൊണ്ട് എന്താ ഗുണമുള്ളത്? നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടല്ലേ എൻട്രൻസ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് MCQ സോൾവ് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് പോകുന്നത്. അതുകൊണ്ട് ആ പ്രാക്ടീസ് മാത്രം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ പ്രാക്ടീസ് കിട്ടാൻ മാത്രം പരീക്ഷ എഴുതിയോ? എഴുതിയിട്ടുണ്ട്. എന്നുവരെ പരീക്ഷ ഉണ്ടായിരുന്നോ? ഓൾമോസ്റ്റ് തലേന്ന് വരെ ഉണ്ടായിരുന്നു. ഞാൻ അത് അവസാനം ഇച്ചിരി പനി ആയതുകൊണ്ട് അത് അവസാനത്തെ പരീക്ഷ സ്കിപ്പ് ചെയ്തു. ഓക്കെ. ഇപ്പം നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന് പോയ സമയത്ത് എൻട്രൻസ് എക്സാമിനേഷൻ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറയുന്ന ഇവിടെ എഴുതുന്ന പോലെ തന്നെ എഴുതാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പം നീറ്റിന്റെ പ്രഷർ എപ്പോഴും അത് ഉണ്ടാവും. അത് വേറെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു നമ്മുടെ നമ്പർ ബബിൾ ചെയ്യുന്നത് ഈ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ബബിൾ ചെയ്യുന്നതിന് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ആ എല്ലാം അതേ ഫോർമാറ്റ് അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ബ്രില്യൻ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഏത് സബ്ജക്ട് ആദ്യം ചെയ്തത്? ഞാൻ ബയോളജി തുടങ്ങിയത്. സാധാരണ ഫിസിക്സാണ് തുടങ്ങുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഫിസിക്സ് ടഫാന്ന്. ഞാൻ വിചാരിച്ചു ബയോളജി ചെയ്ത് നോക്കാമെന്ന്. ബയോളജി ചെയ്തപ്പം ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. പക്ഷെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഒരു കോൺഫിഡൻസ്, ബിഗിനിങ്ങിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഫിസിക്സ് ചെയ്യുന്നയാൾ ബയോളജി ചെയ്തു. അതെ. ഫിസിക്സ് ചെയ്തായിരുന്നു എന്തായിരുന്നു അവസ്ഥ? ചിന്തിക്കാൻ പറ്റിയല്ലേ? പിന്നെ കെമിസ്ട്രി ചെയ്തോ? പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. കെമിസ്ട്രി എത്ര എണ്ണം ചെയ്തു? കെമിസ്ട്രി ഒരെണ്ണം മാത്രമേ വിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റി. ഫിസിക്സിലോ? ഫിസിക്സ് കുറെ എണ്ണം വിട്ടിട്ടുണ്ട്. എണ്ണം പോലും പറ്റിയിട്ടില്ല. കുറെ എണ്ണം വിട്ടിട്ടെന്നാണോ അതോ അത്ര എത്താത്തതാണോ? സമയം കിട്ടിയില്ല. പറഞ്ഞാൽ തെറ്റിയുള്ളൂ. ഫിസിക്സില് നെഗറ്റീവ് അടിച്ചുള്ളൂ. അത് തന്നെയാണ് പരീക്ഷ. എനിക്ക് തോന്നുന്നത് നല്ല പരീക്ഷയായിരുന്നെന്ന് തോന്നുന്നു തവണ നടന്നത്. അപ്പോൾ ഈ വീടിന്റെ അടുത്തുള്ള കോളേജിൽ പഠിക്കാൻ താല്പര്യമുണ്ടോ അതോ അകലെ? നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ദൂരെ പോകുന്നതായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നത് എയിംസുകളാണ്. അപ്പോൾ എയിംസിൽ കിട്ടുന്ന അഡ്മിഷൻ എടുക്കുക കേട്ടോ. 608 എന്നുള്ളത് ഒരു മികച്ച മാർക്ക് തന്നെയാണ് ഈ തവണത്തെ. അപ്പൊ അതിനുള്ള എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ, ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള? അത് നമ്മൾ ആക്ച്വലി ഒരു വർഷം മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ 608 മാർക്ക് കിട്ടുന്നത് MBBS പോലും കിട്ടത്തില്ല. ഈ വർഷം അത്ര വലിയ ചേഞ്ച് വന്നു. അപ്പം നമ്മളുടെ ഒരു ലെസൺ എന്ന് വെച്ചാൽ ഏത് സിറ്റുവേഷൻ വന്നാലും അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എക്സാം ബ്രില്യൻ്റിൽ നിന്നുള്ള എളുപ്പമുള്ള എക്സാം ഉണ്ടായിരുന്നു. NEET 2024 പോലത്തുള്ള എക്സാം ഉണ്ടായിരുന്നു. പിന്നെ ആവറേജ് ലെവലിൽ, പിന്നെ ടഫ് ഉണ്ട്. എല്ലാ ടൈപ്സ് എക്സാം എഴുതണം. പിന്നെ നമ്മൾ പേടിക്കല്ലേ, ഒരു റിസൾട്ട് കാണുമ്പോൾ ചിലപ്പോൾ മാർക്ക് കുറയും, മാർക്ക് കൂടാം, അങ്ങനെയൊക്കെ മാറാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ആ മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവണം എപ്പോഴും. അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അതാണോ, അത് തന്നെ അതുകൊണ്ട് മാത്രമാണോ ഇതിലേക്ക് വന്നത്, അതോ ആ ഒരു പാഷൻ ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു? എനിക്ക് ആക്ച്വലി പണ്ട് ഡോക്ടർ ആവണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താണ്, ഒരു പ്രൊഫഷണൽ ഡിഗ്രി വേണം. പിന്നെ അത് എനിക്ക് ആക്ച്വലി എഞ്ചിനീയറിനെക്കാട്ടിയും താല്പര്യം ഡോക്ടർ ആവുന്നത് തന്നെയായിരുന്നു തുടക്കം തൊട്ടേ. അവരിങ്ങനെ വർക്ക് ചെയ്ത് കാണുമ്പോഴും പിന്നെ അവരുടെ ആ വർക്ക്, ബിക്കോസ് പൈസനെ കുറിച്ച് മാത്രമല്ല ഇത്, നമ്മളുടെ ഒരു നമ്മൾക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ക്വാളിറ്റിയും ആ ഒരു അഫെക്ഷൻ, അത് എന്തില് സ്പെഷ്യലൈസ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു? തീരുമാനിച്ചിട്ടില്ല. പിന്നെ മോന്റെ സ്റ്റഡീസ് എവിടെയായിരുന്നു സ്കൂളിംഗ് ഒക്കെ വരുന്നത്? നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തത്. എവിടെയായിരുന്നു, ഏത് സെന്ററിലായിരുന്നു? കൊല്ലം ശ്രീനാരായണ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ നമ്മുടെ ടീച്ചേഴ്സും കോർഡിനേറ്ററിന്റെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗൈഡൻസ് തരും, പറയുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ അഡ്വൈസ് ഒക്കെ തരുമായിരുന്നു. ഇനി മുന്നോട്ട് ഇപ്പൊ അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞു, ആളോടും സജസ്റ്റ് ചെയ്യാൻ കൊടുക്കാം, നമുക്ക് ബ്രില്യൻ്റ് തന്നെ നോക്കാം എന്ന് പറയണമെങ്കിൽ അതിന് എന്തൊക്കെ ആയിരിക്കും പറയാനുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ബ്രില്യൻ്റ് ജോയിൻ ചെയ്താൽ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഗൈഡൻസ് കിട്ടും. അതില്ലാതെ നമുക്ക് എൻട്രൻസ് ക്രാക്കാൻ ഭയങ്കര പാടാണ്. ബ്രില്യൻ്റ് എക്സാംസുകൾ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതെ, എക്സാം എഴുതുമ്പോൾ ആ പ്രാക്ടീസ് കിട്ടും. പ്രാക്ടീസ് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. അതൊക്കെ തീർച്ചയായും നല്ലൊരു റിസൾട്ടിൽ തന്നെ എത്തിച്ചു. ഈ ഒരു റിസൾട്ടിൽ എന്തായാലും സന്തോഷമാണെന്ന് അറിയാം, എങ്കിലും ഞങ്ങളോട് ഒരു സന്തോഷം ഒന്ന് പങ്കുവെക്കാമോ? ഫസ്റ്റ് ചാൻസിൽ ഇത്ര നല്ല റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ആക്ച്വലി. കാരണം ഞാനും ഒക്കെ എൻട്രൻസ് എഴുതി നമ്മൾ അഡ്മിഷൻ നേടി വന്നവരാണല്ലോ. അപ്പം എത്രത്തോളം ഒരു ഹാർഡ് വർക്ക് അതിൻ്റെ പുറകിലുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ മേ ബി ഞങ്ങളും ഡോക്ടർ പ്രൊഫഷനിലായതുകൊണ്ടായിരിക്കാം അവന് നന്നായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ അറിയായിരുന്നു ഒരു കോച്ചിങ് സെന്ററിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് അറിയാം ആരെങ്കിലും. കാരണം നമുക്ക് പഠിക്കാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ അത് ഫോക്കസ് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അത് ശരിക്കും ഇതിനകത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ബ്രില്യൻ്റ് തിരഞ്ഞെടുക്കാൻ കാരണവും. നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും.
പിന്നെ കൊല്ലം സെൻറ്റർ തന്നെ എടുത്തത് വീട്ടിൽ നിന്ന് പോയി വരാം, പിന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കാം എന്നുള്ളത് ഉദ്ദേശിച്ചത്. ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചില കുട്ടികളൊക്കെ പോകുമ്പം ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കരച്ചിൽ, വിഷമം, ടെൻഷൻ, സ്ട്രെസ്സ്. അപ്പോൾ അതൊന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ നിന്ന് പഠിപ്പിക്കാമെന്ന് ആദ്യമേ എടുത്തൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് കൊല്ലം തന്നെ ഒരു സെൻറ്ററാക്കി തന്നെ എടുത്തത്. എന്ത് കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നോ, എനിക്ക് ഡോക്ടർ ആയാൽ മതി, അച്ഛനും അമ്മയും പോലെ തന്നെ ആവണം അങ്ങനെ ഒരു? ഇല്ല, ആക്ച്വലി അവന് കൂടുതലും ഹ്യൂമാനിറ്റീസിനോടായിരുന്നു ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും ഒരു സയൻസ് ഫീൽഡിലോട്ട് തന്നെ പോകണം എന്നായിരുന്നു. അപ്പം നമ്മൾ സയൻസ് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിന് അപ്പുറത്തേക്ക് നല്ല ഒരു ഡിഗ്രി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും തിരിച്ച് ഇപ്പം ക്ലിനിക്കൽ പ്രാക്ടീസ് അല്ലെങ്കിൽ കൂടി വേണമെങ്കിൽ റിസർച്ച് എടുക്കാം, അങ്ങനെ വേറെ ഏതെങ്കിലും എന്ത് വേണമെങ്കിലും തിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് മെഡിക്കൽ പ്രൊഫഷൻ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അവനെ എൻകറേജ് ചെയ്തത്. ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരുന്നു ബ്രില്യൻറ്റിലേക്ക് തന്നെ ചൂസ് ചെയ്യാൻ കാരണം? ഇതിനെ കുറിച്ച് ഒരുപാട് നമ്മൾ നല്ല റിവ്യൂസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളെ അപേക്ഷിച്ചാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തീർച്ചയായിട്ടും ബ്രില്യൻറ്റ് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് എടുത്തത്. ബ്രില്യൻറ്റ് നമ്മുടെ പാലാ സെന്ററിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മാം? പല സെൻറ്ററിലേക്ക് വന്നിട്ടില്ല, വരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ അറിയണം എന്നുണ്ട്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് സ്ഥിരമായിട്ട് വരുന്ന വീഡിയോസ് എല്ലാം കാണാറുണ്ട്. പ്രത്യേകിച്ചും ശിവൻ സാറിൻ്റെ വീഡിയോസ് നോക്കാറുണ്ട്. പിന്നെ നേരത്തെ പഠിച്ചിട്ട് പോയ കുട്ടികളുടെ മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ടല്ലോ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം അവസാന ദിവസങ്ങളിൽ അവൻ പഠിക്കുന്നതിനിടയ്ക്ക് ഞാൻ പോയി ഇങ്ങനെ അവരവരുടെ പോയിന്റ്സ് എന്തൊക്കെയാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും നമ്മുടെ കൊല്ലം സെന്ററിൽ വന്നിട്ടുണ്ടാവുമല്ലോ, എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ചും അർജുൻ സാറ്, ശരിക്കും ഞാൻ അവനെ മിക്കവാറും വിളിക്കാൻ മാത്രമേ പോകാറുള്ളൂ. അതിന്റെ ഇടയ്ക്ക് വെച്ച് എന്താ സംഭവിക്കുന്നത് അറിയാനൊക്കെ ഞാൻ സാറിനെയാണ് സ്ഥിരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സാറിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും പറയും എന്തുണ്ടെങ്കിലും അർജുൻ സാറിനെ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. നല്ല സപ്പോർട്ടാണ്, ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചാലും സാറിന്റെ അടുത്ത് നല്ലൊരു സഹായം ഉണ്ടായിരുന്നു. സാറ് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ആള് മിക്ക ദിവസങ്ങളും നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റീസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലും എങ്ങനെയായിരുന്നു അവിടെ സെന്ററിൽ തന്നെ വന്നിരുന്ന് പഠിക്കാനായിരുന്നു ആളെ ഇഷ്ടം? അതെ, ഞാൻ സെന്ററിൽ തന്നെ പോയിരുന്ന് പഠിക്കാനായിരുന്നു പറയുന്നത്. കാരണം നമ്മൾ ഒരിടത്ത് തന്നെ ഇരുന്ന് പഠിക്കുമ്പം ഉള്ള ഒരു കൺസിസ്റ്റൻസി അത് വേണമെന്ന് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് അച്യുതന്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ അച്യുതൻ ഡേ 1 തൊട്ട് ബ്രില്യൻറ്റിലെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങി, ആ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതും തൊട്ട് അവസാന ദിവസം വരെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്ത ഒരാളാണ്. എന്ന് വെച്ചാൽ ഒരു ഏറ്റക്കുറച്ചിലുകളില്ല അതിനകത്ത്. ഒരു എക്സാം ടഫ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു നെഗറ്റീവ് അടിക്കാതെ അടുത്ത എക്സാമിന് അതേ ഫോഴ്സിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അതേ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവസാന ദിവസം വരെയും പോയിട്ടും ഉണ്ടായിരുന്നുള്ളൂ. തുടക്കം ഒരു കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് ഓക്കെ ഞാൻ ഇതിലേക്ക് പോവുകയാണ്, അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് അവരുടെ ആ ഒരു സ്റ്റഡീസിൽ കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ആൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആകെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് അവൻ IGCSE ആണ് പഠിച്ചത്. അതുകൊണ്ട് CBSE മാറിയപ്പം ഉള്ള ഒരു ടെൻഷൻ ആദ്യത്തെ 1-2 മാസം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ അവന് മേക്കപ്പ് ചെയ്യാൻ പറ്റി. അതൊരു പക്ഷേ ബ്രില്യൻറ്റിൻ്റെ അതിനുള്ള ഗൈഡൻസ് കൊണ്ടായിരിക്കാം ഇന്ന പഠിച്ചാൽ മതി എന്നുള്ളത്. അപ്പം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിട്ട് എനിക്ക് തോന്നി നിങ്ങൾ ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അവനത് മാറ്റാനും പറ്റി. പിന്നെ ഓരോ എക്സാംസ് എഴുതുമ്പോഴും നമുക്കറിയാലോ, ഫസ്റ്റ് എക്സാംസിലൊക്കെ കുറച്ച് മാർക്കൊക്കെ കുറവായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോഴത്തേക്ക് നല്ല കൺസിസ്റ്റൻസി, ഒരു എക്സാമിന് അവനെ ടോപ്പർ വരെ ആവാൻ പറ്റി. അപ്പം അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് പഠിച്ചത് കൊണ്ടായിരിക്കാം നല്ലൊരു റിസൾട്ട് കിട്ടിയത്. ഗ്രാൻഡ് പേരൻസ് എന്താണ് പറയാനുള്ളത്? മകള് ഡോക്ടർ ആയിരുന്നു, ഇപ്പൊ ഇതാ കൊച്ചുമകനും ഡോക്ടർ ആവാൻ പോവുകയാണ്. അപ്പൊ എന്താണ് കൂടുതൽ സന്തോഷമാണ്, എന്നാലും എങ്ങനെയാണ്? തീർച്ചയായിട്ടും സന്തോഷവും അഭിമാനവുമാണ്. എനിക്കിപ്പോ എൻ്റെ 2 പെൺമക്കളുടെ ഡോക്ടേഴ്സാണ്, അവരുടെ ഹസ്ബൻഡ്സും ഡോക്ടേഴ്സാണ്. എൻ്റെ മൂത്ത കൊച്ചുമോന് ഇപ്പോൾ MBBS പൂർത്തീകരിച്ചിറങ്ങി. അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഈ ആഗ്രഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ കൂടെ ഒരു പൊൻതൂവലാണ് എൻ്റെ കൊച്ചുമോൻ അച്യുതൻ. ആരംഭത്തൊട്ടേ ഞങ്ങൾക്ക് അഭിമാനമാണ്. അവനെ സൈനിക സ്കൂളിൽ എഴുതി, അവൻ നല്ല റാങ്ക് വാങ്ങിച്ചു. പക്ഷെ അവനെപ്പോൾ സ്റ്റബൺ നേച്ചറാണ്, എപ്പോൾ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ അപ്പോൾ പഠിക്കും. പിന്നെ പ്രത്യേകിച്ചും നിങ്ങളുടെ ഒക്കെ ഒരു സമീപനവും അതിൻ്റെ കോച്ചിങ്ങും മേൽനോട്ടവും ഒക്കെ ആയിരിക്കണം അവന് കുറച്ചുകൂടെ നല്ല റാങ്ക് കിട്ടാൻ സഹായം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വിജയത്തിൽ അത് സഫലീകരിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന ബ്രില്യൻറ്റിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി പറയും. ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അതിനുശേഷം ഞാൻ 99 റിട്ടയർ ചെയ്യുന്നത്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ CPM നേതൃത്വത്തിൽ ഹോസ്പിറ്റൽ തുടങ്ങി.
അപ്പോൾ അവിടെ ഏകദേശം 136 ഡോക്ടേഴ്സും 1600ഓളം ജീവനക്കാരും ഉണ്ട്. അതിൻ്റെ ദീർഘകാലം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ അതിൻ്റെ വൈസ് ചെയർമാനാണ്. മുൻ പാർലമെൻറ്റ് അംഗം പി രാജേന്ദ്രനാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ്. രാവിലെ എഴുന്നേറ്റ് 9 മണിയാകുമ്പോൾ NSC പോകും, ഈ ഹോസ്പിറ്റലിൽ പോകും, 1 മണി വരെ അവിടെ ഇരിക്കും. അതിനുശേഷം സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വേറെ ബാങ്കിൻ്റെ, കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ബാങ്കിൻ്റെ ചെയർമാനാണ്. വിളിക്കാൻ കാർ വന്ന് നിൽക്കുകയാണ്, പോകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഫുൾ ടൈം എൻഗേജിലാണ്. പിന്നെ കുറച്ച് സോഷ്യൽ വർക്കുണ്ട്. അമ്മ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്തത്. 15 വർഷം റിട്ടയർ ചെയ്തിട്ട്. എന്ത് തോന്നുന്നു കൊച്ചുമോന്റെ ഈ ഒരു സന്തോഷം? സന്തോഷം തന്നെ. അവരടുത്ത് നമ്മൾ പഠിക്കണം എന്നൊന്നും പറയത്തില്ല, അവനങ്ങ് പഠിച്ചോളൂ. അങ്ങനെ ഒരു ഉഴപ്പോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അമ്മ ഇല്ലാത്തപ്പോൾ അമ്മയുടെ ആബ്സെൻസിൽ എപ്പോഴും രാവിലെ പോയിട്ട് രാത്രി താമസിച്ചൊക്കെയല്ലേ അമ്മ വരത്തുള്ളൂ. അപ്പം അവൻ എന്തെങ്കിലും ഭക്ഷണകാര്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. തന്നെ പഠിച്ചോളൂ. തന്നെ പഠിച്ചോളൂ, പഠിക്കാനൊന്നും പറയണ്ട, പഠിച്ചോളൂ. ഇതൊക്കെ പറഞ്ഞു അച്യുതൻ്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനി അനിയത്തിയില്ലേ, അനിയത്തിയെ വിടുന്നോ? അവർക്ക് MBBS താല്പര്യമാണെങ്കിൽ ബ്രില്യൻറ്റിൽ തന്നെ വിടത്തുള്ളൂ. അല്ല, MBBS താല്പര്യം എന്നല്ല, ഇപ്പം ഏത് കോഴ്സിനും പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പം അത് 6ാം ക്ലാസ് മുതലുള്ളതാണ്. അപ്പം അത് 7ാം ക്ലാസ് മുതലൊക്കെ വിടുക. നമുക്ക് ഈ MBBSോ എൻജിനീയറിങ്ങോ മാത്രമല്ല അതിൻ്റെ അകത്ത് കോഴ്സ് കവർ ചെയ്യുന്നത്. ബാങ്ക് ടെസ്റ്റും അതുപോലെ നമുക്ക് ജോലിക്കൊക്കെയുള്ള ടെസ്റ്റുകളല്ല, ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതിൻ്റെ ബേസ് കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒക്ടോബർ 5-ാം തീയതി ഈ വർഷത്തെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, അതിലിരുത്തുക. അത് കഴിഞ്ഞ് ആലോചിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ സൈറ്റിൽ കയറി ഇത് ചെയ്യുക. അപ്പം വളരെ സന്തോഷമുണ്ട്. ഇനിയത്തെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതുവരെ കടന്നു കിട്ടി കഴിയുമ്പം അതിൻ്റെ വാല്യൂ പോയി. ഇനിയുള്ളതിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതിൽ ഏറ്റവും ശ്രദ്ധിച്ച് മിടുക്കനായി വരിക. അച്ഛനെയും അമ്മയും പോലെ മിടുക്കനായ ഒരു ഡോക്ടറായി നാടിന് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.